നമസ്കാരം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും ബിനാമികളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കുന്നതായി പണ്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നേതാക്കന്മാർ പലപ്പോഴും പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് മുൻ മന്ത്രിയായ VS ശിവകുമാറിനാണ്. ശിവകുമാർ ബിനാമികളുടെ പേരിലും സ്വന്തം പേരിലും കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടാക്കി എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന ആരോപണം. എന്നാൽ VS ശിവകുമാറിന് അദ്ദേഹത്തിൻ്റെ വരുമാനവും ഭാര്യയുടെ സ്വത്തും മാത്രമാണ് ഉള്ളത് എന്നും അദ്ദേഹം ഒരു പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ വിജിലൻസ് കണ്ടെത്തിയ മറ്റൊരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. മന്ത്രിയുടെ ഡ്രൈവറും ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ആവശ്യം പോലെ പണം ഉണ്ടാക്കി എന്നാണ് വിജിലൻസ് പറയുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇൻകം ടാക്സ് വിഭാഗത്തോട് ഇപ്പോൾ വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ത് വിചിത്രമായൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. VS ശിവകുമാർ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. സാധാരണഗതിയിൽ എപ്പോഴും പറയാറുള്ള ഒരു ആരോപണം BJPയും CPM തമ്മിൽ അന്തർധാര ഉണ്ട് എന്നാണ്. അതല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഏതൊക്കെയോ അദൃശ്യ ശക്തികളും CPM തമ്മിലുള്ള അന്തർധാര തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്താൻ പിണറായി സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. VS ശിവകുമാറിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ തന്നെയാണോ അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് തല ഊരിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മൽ കൃഷ്ണ ചിട്ടി ഫണ്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് പൂട്ടിപ്പോയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നേരത്തെ ശിവകുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടിൽ VS ശിവകുമാറിൻ്റെ പേരിൽ ആരോപണം ഉയർന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലീനാക്കിക്കൊണ്ട് ഇപ്പോൾ VS ശിവകുമാറിന് പിണറായി സർക്കാരിൻ്റെ വിജിലൻസ് നല്ല പിള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിലെത്തി 10 വർഷം പൂർത്തിയാവുകയാണ്. VS ശിവകുമാർ മന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിലായിരുന്നു. ഇത്രയും വർഷമെടുത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്തത് എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു റിപ്പോർട്ടായി നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം ഒരു പ്രമുഖനായ നേതാവിൻ്റെ സുഹൃത്തുക്കളും ഡ്രൈവറും അവിഹിത സമ്പാദ്യം ഉണ്ടാക്കുകയും നേതാവ് ഇപ്പോഴും ക്ലീനായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. VS ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്ന ആളാണ്, അഭിഭാഷകനായിരുന്ന ആളാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആയിരുന്നിട്ടുണ്ട്, MLA ആയി, മന്ത്രിയായി, പിന്നെ ഒരു ടേം കൂടി MLA ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് VS ശിവകുമാറിനെതിരെ നടപടിയെടുക്കാൻ പിണറായി സർക്കാർ ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ അദൃശ്യ ശക്തികളുടെ ഇടപെടൽ തന്നെ ആയിരിക്കാം അതിനുള്ള സാഹചര്യം ഒരുക്കിയത് എന്ന് വേണം കരുതാൻ. സാധാരണഗതിയിൽ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുടെ ഡ്രൈവറും അതിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ഒരു കാരണവുമില്ലാതെ സമ്പാദ്യമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ സംശയം നീളുന്നത് ഈ നേതാവിലേക്ക് തന്നെയായിരിക്കും. കാരണം ഇവരുടെ ഇടവും വലവും നിന്നുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും സമ്പാദിക്കുന്നത്. ഇവരുടെ സമ്പാദ്യങ്ങൾ പലത് നേതാക്കന്മാരുടെ വക തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരത്തിൽ ബിനാമികളുടെ പേരിൽ പണം സമ്പാദിക്കുകയും ചിലരൊക്കെ അകാല ചരമം അടഞ്ഞപ്പോൾ ആ സ്വത്തുക്കളെല്ലാം ഈ ബിനാമികൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ചരിത്രവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ VS ശിവകുമാറിനെ രക്ഷിക്കാനെത്തിയ ആ ശക്തി ആരാണ് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. പണ്ട് CBI കൂട്ടിലടച്ച തത്ത എന്ന് ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും കളിയാക്കുമ്പോഴും ഇപ്പോൾ വിജിലൻസും കൂട്ടിലടച്ച തത്ത തന്നെയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി VS ശിവകുമാറിനെ രക്ഷിക്കാൻ തന്നെയാണ് ഇടതുമുന്നണി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ശരിക്കും ഒരു തടസ്സമായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഹായികൾക്ക് സമ്പാദ്യമുണ്ട്, മന്ത്രിക്ക് സമ്പാദ്യമില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ പൊരുത്തക്കേടുണ്ട് എന്നുള്ള കാര്യവും തർക്കമില്ലാത്തത് തന്നെയാണ്. ശിവകുമാറിൻ്റെ സുഹൃത്തുക്കളായ NS ഹരികുമാർ, M രാജേന്ദ്രൻ, ഡ്രൈവർ ഷൈജു ഹരൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിനായി വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏതായാലും VS ശിവകുമാറിനെതിരെ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയൊക്കെ തന്നെ സ്വത്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മറ്റ് യാതൊരു തരത്തിലുമുള്ള വിധ സമ്പാദ്യവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 3 വ്യക്തികളെയും എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ടും നേരത്തെ തന്നെ ചോദ്യം ചെയ്ത് ഇവരുടെ ആസ്തിയെക്കുറിച്ചും ഇവർ എങ്ങനെയാണ് ഇതെല്ലാം സമ്പാദിച്ചെന്നുള്ളതിനെക്കുറിച്ചും ഇവിടെ നിന്നാണ് ഇവർക്ക് ഇതിനുള്ള വരുമാനം ലഭിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ എന്തുകൊണ്ട് ഈ സർക്കാർ അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വർഷങ്ങളായി നടന്നു വരികയായിരുന്നു. VS ശിവകുമാറിനെതിരായ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ വർഷങ്ങളായി അന്വേഷണം തുടരുകയായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ അന്തിമമായ ഒരു റിപ്പോർട്ട് ഇനിയും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് മാത്രമാണ് സാധാരണഗതിയിൽ ഇടതുമുന്നണി ചെയ്യാറുള്ളത്. അവിടെ രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ കുരുക്കാം എന്നുള്ളതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇവർ ചെയ്യാറുണ്ടായിരുന്ന കാര്യം. നമുക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ പോലും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് CBI അന്വേഷണത്തിനായി പിണറായി സർക്കാർ ഉത്തരവിട്ടിരുന്നത്. എന്നാൽ അതിൽ
എസ് ശിവകുമാറിന് മാത്രം എന്തുകൊണ്ടാണ് ഇളവ് ലഭിച്ചത് എന്നുള്ളത് ഒരുപക്ഷേ അത് കാലം അതിന് മറുപടി പറയുമായിരിക്കാം. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇക്കാര്യത്തിൽ കമാന്നൊരു അക്ഷരം മിണ്ടാനും പറ്റാത്ത അവസ്ഥയാണ്. തങ്ങളുടെ എതിർമുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഡ്രൈവറിനും അതുപോലെ സുഹൃത്തുക്കൾക്കും എല്ലാം അമിത സമ്പാദ്യം ഉണ്ടായത് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിനെതിരെ അതിശക്തമായ രംഗത്തെത്തുമായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരും മൗനം പാലിക്കുന്ന മട്ടാണ് കാണുന്നത്. എസ് ശിവകുമാർ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്നോ സംഭാഷണമൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ സഹപ്രവർത്തകർ ഡ്രൈവറും ഈ സുഹൃത്തുക്കളുമൊക്കെ ഇത്രയധികം സമ്പാദ്യം ഉണ്ടാക്കി എന്ന് എസ് ശിവകുമാറിന് നേരത്തെ അറിയില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ്റെ ബാധ്യതയാണ്, അതിൻ്റെ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് തൻ്റെ ഒപ്പം നിൽക്കുന്നവർ തൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നത്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ശിവകുമാറും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ശിവകുമാറിനെ കേന്ദ്രീകരിച്ചാണ്, ശിവകുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇവരെല്ലാവരും തന്നെ പൊതുരംഗത്ത് എത്തിയത് എന്നും ഇവരുടെ സമ്പാദ്യങ്ങളുമായി എസ് ശിവകുമാറിന് ഒരു ബന്ധവുമില്ല എന്ന് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ അതിൽ സംശയത്തിൻ്റെ ഒരിട ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത് വലിയൊരു വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആര് ഈ പൂച്ചയ്ക്ക് മണികെട്ടു എന്ന് പറഞ്ഞ പോലെ പ്രതിപക്ഷം എങ്ങനെയാണ് സ്വന്തം നേതാവിന് ഭരണകക്ഷി ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ അതിനെതിരെ രംഗത്തെത്താൻ കഴിയുക എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. കേരളത്തിൽ BJPക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധ്യതയുള്ളത്. ED യെ കൊണ്ട് അന്വേഷിപ്പിച്ച് നോക്കുക എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ഈ 3 വ്യക്തികൾ അവർ സമ്പാദിച്ച ഡ്രൈവർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ സമ്പാദിച്ചു കൂട്ടിയ പണമൊക്കെ ഏത് വഴിയാണ് വന്നത്, അവർക്ക് എങ്ങനെയാണ് സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണമെങ്കിൽ അത് ED അന്വേഷിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ വിജിലൻസ് കൂട്ടിലടച്ച തത്ത തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ശബരിമല അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും നിഴൽ നിർത്തുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ പെരുമാറുമ്പോൾ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേരിൽ അല്ലെങ്കിൽ നേതാവിന് ഇത്തരത്തിലുള്ള ഒരു നിഷ്കളങ്ക സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ അന്തർധാരകളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്.